ഞാനൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ മാത്രമായിട്ട് ഇതിൽ വന്നതാണ്. കെൻസ് ബ്രോൻ്റെ വീഡിയോ ഇതൊക്കെ കണ്ടപ്പോൾ നല്ല രീതിയിലായിട്ട് പറയുന്നുണ്ട്. വീഡിയോസിനായാലും കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും റിവ്യൂ ഉണ്ടാവുന്ന രീതിയിൽ കയറിയതിന്. നിയാസ് ബ്രോൻ്റെ ക്ലാസ് ആയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ഒരു വട്ടം ഈ ട്രെൻഡ് ലൈനിൽ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെയും ചോദിച്ചാലും പ്രശ്നമില്ല. നല്ല രീതിയിൽ തന്നെ ക്ലാസ്സൊക്കെ പോകും. ഫ്രണ്ട്സ് ഫോറക്സ് ആയാലും ഇങ്ങനെ ട്രേഡിങ്ങിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വെറുതെ പഠിക്കണം, വെറുതെ ടൈം വേസ്റ്റാണ്, പിന്നെ അത്രയും എമൗണ്ടൊക്കെ അടിക്കുന്നതല്ലേ, അപ്പോൾ ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ എനിക്ക് ഫ്രണ്ട്സിനായിട്ട് സംസാരിച്ചപ്പോൾ ആയത്. പിന്നെ എനിക്കൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഞാനിത് മെയിനായിട്ട് എടുക്കാനല്ല, മെയിനായിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു ഇൻകം വരുന്ന ടൈമിൽ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്തതാണ്. ഇത് എൻ്റെ ഫാമിലിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല. ഞാൻ പഠിക്കാൻ പറയുമ്പോൾ നല്ലതാണെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നല്ലതാണ്. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണല്ലോ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വർക്കും പോണതെന്നുള്ളത് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കോന്ന് പറഞ്ഞു. ട്രേഡിംഗ് എന്ന് വെച്ചാൽ നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ട്രേഡിങ് നോക്കാം. ഡിസിപ്ലിനായിട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വരുമാനം ഫസ്റ്റ് തന്നെ നോക്കാതെ കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ സൈഡിൽ കൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്യാം. ട്രേഡിങ് ശരിക്കും സ്കാമല്ല. ട്രേഡിങ് ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ നല്ല പ്രോഫിറ്റിൽ പോകാൻ പറ്റിയൊരു കാര്യമാണ്. സ്കാമല്ല, എന്തായാലും 100% സ്കാമല്ല. കയ്യിൽ ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ സൈഡിൽ കൂടെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്യാം. ഫ്യൂച്ചർ ഇതിനിപ്പോൾ ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകും, അല്ലെങ്കിൽ വേറെ മെയിൻ വരുമാനം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നൊരു ഇതെടുത്തിട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ്. അതിനൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളത്. ഇത് ഈ സൈഡ് ഇൻകം വീട്ടിലവരെ അറിയിക്കാതെ ഇത് നമ്മളെ പേഴ്സണലായിട്ട് തന്നെ എടുത്തിട്ട് ആവശ്യഘട്ടങ്ങൾക്കനുസരിച്ചിട്ട് ഇതെങ്ങനെയായാലും നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. മറ്റേ മെയിൻ ഒരു വരുമാനം കൊണ്ടൊന്നും ഇപ്പോഴത്തെ ഇതിൽ മുന്നോട്ട് പോകാൻ വളരെ റിസ്ക് ആയിരിക്കും.